പ്രഭാതം സുന്ദരമാക്കാം. എങ്ങനെ? ഒന്ന്, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി. പ്രഭാതത്തിൽ പാട്ടുപാടി വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായ ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. 2, നന്ദി പറയുക. പ്രപഞ്ചത്തിന് നന്ദി പറയുക, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക, നമ്മുടെ സഹോദരങ്ങൾക്ക് നന്ദി പറയുക, നമുക്ക് ലഭിച്ച നന്മകൾക്കെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുന്നത് ഒരു ശീലമാക്കി തീർക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഒറ്റയ്ക്കല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി നമ്മൾ നന്ദി കരയറ്റുന്നത് ഏറ്റവും ആവശ്യമാണ്. പിന്നെ നല്ല ബുക്കുകൾ വായിക്കുക. മോട്ടിവേഷൻ പകരുന്ന നല്ല ബുക്കുകൾ വായിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തീരും. 4, ധ്യാനം, മെഡിറ്റേഷൻ. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ശരീരത്തെ ആത്മനിയന്ത്രണമുള്ള വ്യക്തിയാക്കി തീർക്കുകയും ചെയ്യും. 5, യോഗ. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുമിച്ച് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുന്നതിന് ഏറ്റവും നല്ല പരിശീലനമാണ് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരിശീലനങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രഭാതങ്ങൾ അനുഗ്രഹമായി തീരും എന്നുള്ളതാണ്. പ്രഭാതത്തിൽ 1, പ്രാർത്ഥന. 2, നന്ദി കരയറ്റുക. 3, ബുക്കുകൾ വായിക്കുക. 4, മെഡിറ്റേഷൻ. 5, യോഗ. ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഊർജ്ജസ്വലതയും ഉത്സാഹമുള്ളതായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാതത്തിലെ നടത്തം ഏറ്റവും നല്ലതാണ്. നമ്മൾ എന്നും രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഒരു 2-3 കിലോമീറ്ററുകൾ നടന്നാൽ നമ്മുടെ ശരീരത്തിന്, രക്തയോട്ടത്തിനും നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് നടക്കുന്നത് ഒരു ശീലമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. പ്രഭാതം നല്ല ശീലങ്ങളുടെ ദിവസങ്ങളാക്കി തീർത്ത് നമ്മുടെ ജീവിതം ഒരു മാറ്റത്തിന് വിധേയമാക്കാം. നല്ല ജീവിതം, നല്ല ഭാവി, നല്ല ഉയർച്ച, ഉന്നതി, നന്മകൾ കൈവരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.